ഹരി ഓം. ഹിന്ദുമതത്തിൽ ഓരോ ദിവസവും ഓരോ ദൈവത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, തിങ്കളാഴ്ച മഹാദേവനായിട്ട്, ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്കായിട്ട്, ബുധനാഴ്ച ശ്രീകൃഷ്ണ ഭഗവാനായിട്ട്, അങ്ങനെ. അപ്പോൾ വ്യാഴാഴ്ച ശ്രീഹരി വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന പുണ്യദിനമാണ്. വിജ്ഞാനത്തിൻ്റെയും ധനത്തിൻ്റെയും പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ദിവസം. ഗുരുവായൂരപ്പനായി ആരാധിക്കപ്പെടുന്ന ശ്രീഹരി മഹാവിഷ്ണുവിൻ്റെ കൃപ ലഭിക്കാൻ വ്യാഴാഴ്ച വ്രതം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് വ്യാഴാഴ്ചയുടെ ദൈവീകത എന്ന് നമുക്കൊന്ന് നോക്കാം. വ്യാഴം ജ്യോതിശാസ്ത്രത്തിൽ ഗുരുഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നത് വ്യാഴമാണ്. ഗുരുഗ്രഹം വിജ്ഞാനത്തിൻ്റെയും ധനത്തിൻ്റെയും വിശുദ്ധതയുടെയും പ്രതീകമാണ്. വിഷ്ണു സ്വയം ഗുരുവായാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ശ്രീഹരി വിഷ്ണുവിനെ ഭക്തിപൂർവം പൂജിച്ചാൽ ജീവിതത്തിൽ വിജയവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ലഭിക്കും. ഇനിയും ശ്രീഹരി മഹാവിഷ്ണുവിനെ വ്യാഴാഴ്ച ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. വിശുദ്ധതയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വ്യാഴാഴ്ച വ്രതം പാലിച്ച് ആരാധിക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും സർവൈശ്വര്യങ്ങളും എല്ലാം ശ്രീഹരി വിഷ്ണു നൽകി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. സന്താനാഭിലാഷമുള്ളവർക്ക് വ്യാഴാഴ്ച വിശേഷാൽ വിഷ്ണു പൂജയും ശ്രീസൂക്ത പാരായണവും നടത്തി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കും. അതുപോലെ തന്നെ ഗ്രഹദോഷമുള്ളവർക്ക്, ഗുരുദോഷമുള്ളവർക്ക് ഗ്രഹദോഷ ശാന്തിക്കായി വിഷ്ണു പ്രാർത്ഥന വ്യാഴാഴ്ച ദിവസം വളരെ അനുകൂലമാണ്. വിഷ്ണുവിൻ്റെ നാമോച്ചാരണം, പ്രത്യേകിച്ച് ഓം നമോ നാരായണായ എന്ന ജപം മാത്രം മതി ഗ്രഹദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ. ജീവിതത്തിൽ സ്ഥിരത, ശുദ്ധഹൃദയത്തോടെ വിഷ്ണു പ്രാർത്ഥന ചെയ്താൽ മനസ്സിന് വല്ലാത്ത ശാന്തിയും ആത്മവിശ്വാസവും ഒക്കെ ലഭിക്കുമെന്ന് എൻ്റെ അനുഭവം കൂടി വെളിപ്പെടുത്തുകയാണ് ഞാനിവിടെ. ഇനി എങ്ങനെയാണ് ഈ ആരാധനാ രീതികൾ എന്നൊന്ന് നോക്കാം. വ്യാഴാഴ്ച വ്രതം എടുക്കുമ്പോഴുള്ള ആരാധനാ രീതിയാണ് ഞാൻ പറയുന്നത്. ശ്രീമൻ നാരായണ സ്വാമിയുടെ, ശ്രീഹരിയുടെ ചിത്രത്തിന് മുൻപിൽ വെള്ളപ്പൂക്കൾ, മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ അങ്ങനെ വെള്ള നിറത്തിലുള്ള പൂക്കൾ, അതുപോലെ തന്നെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പുണ്യമായ തുളസി കതിരുകൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുക. ഒപ്പം വിഷ്ണു സഹസ്രനാമം, ശ്രീ സൂക്തം, നാരായണീയം, അങ്ങനെ വിഷ്ണു സ്തോത്രങ്ങൾ ആവും വിധം പാരായണം ചെയ്യുക. ഒപ്പം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പാൽപ്പായസം, ഭഗവാന് തുളസി ദളങ്ങൾ അതിൽ അർപ്പിച്ച് സമർപ്പിക്കുക. ഒപ്പം ക്ഷേത്ര ദർശനവും വിധിയാവണ്ണം ചെയ്യുക. ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് ഫലമെന്നല്ലേ? അനുഭവങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. ശതകോടി ജനങ്ങൾക്ക് മേൽ, ശതകോടി ഭക്തർക്ക് മേൽ ദൈനംദിനം ഭഗവാൻ വർഷിക്കുന്ന അനുഗ്രഹം അനവധിയാണ്. വിഷ്ണു പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന ഒരാത്മീയ ശാന്തിയുണ്ട്. അത് വല്ലാത്തൊരു വാക്കുകൾ കൊണ്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു ശാന്തി നമ്മുടെ എല്ലാ ഗുരുദോഷങ്ങളും മാറ്റും. ഒപ്പം നമുക്ക് സാമ്പത്തികമായിട്ടുള്ളതും വിദ്യാഭ്യാസപരമായിട്ടുള്ളതും ഒക്കെ തടസ്സങ്ങൾ പരിഹരിക്കപ്പെടും. ഒപ്പം ഗ്രഹത്തിൽ ശാന്തി ഉണ്ടാകും, കുടുംബ ഐക്യമുണ്ടാകും. ഒക്കെ നമുക്ക് ഈ വ്യാഴാഴ്ച ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ശ്രീമൻ നാരായണ സ്വാമിയെ, ശ്രീഹരി വിഷ്ണുവിനെ ഹൃദയം
നിറഞ്ഞ് നിഷ്കളങ്ക ഭക്തിയോടെ പ്രാപിച്ചാൽ ഭഗവാന് നമ്മൾ എത്ര നിരവധി ഭഗവാന്റെ നാമങ്ങൾ അർച്ചനയായ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചാൽ നമുക്ക് എല്ലാവിധ ഗുരുദോഷങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. വ്യാഴാഴ്ച എന്നത് ഭൗതിക വിജയത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും അവസരദായകമായ ഒരു ദിനമാണെന്ന് ഓർത്തു വയ്ക്കുക. ശ്രീഹരി വിഷ്ണുവിനെ ഭക്തിപൂർവ്വം സ്മരിച്ച് ജീവിക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും മാറി ആനന്ദമായ ഒരു ജീവിതം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അപാരമായ ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കും ഭഗവാന്റെ കൃപ ലഭിച്ചാൽ. അതിനാൽ വിഷ്ണുവിൻ്റെ കൃപയോടെ എല്ലാ വ്യാഴാഴ്ച ദിവസവും ഭക്തിനിർഭരമായി വ്യാഴാഴ്ച ദിവസം ഭഗവാനായി സമർപ്പിച്ച് അത്ഭുതങ്ങളുടെ ദിനങ്ങൾ നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുതേ. വീണ്ടും ഭഗവാന്റെ പുണ്യം നിറഞ്ഞ നാമങ്ങളുമായി വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ കേൾക്കുന്നത് വരെ നന്ദി, നമസ്കാരം.